എല്ലാവർക്കും നമസ്കാരം. ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മുടെ വേളി ആ ഭാഗത്ത് നിന്ന് നേരെ വർക്കലയിലേക്ക് പോകുന്ന വഴിയിൽ കണ്ട നല്ല അടിപൊളി സെൻറ്റ് തോമസ് ചർച്ചാണ്. നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ പ്രാധാന്യം കാര്യങ്ങളും. പക്ഷേ വളരെ അടിപൊളി ചർച്ചാണ്. അതിൻ്റെ സൈഡിൽ നമ്മൾ കണ്ട ഒരു സെമിത്തേരി കണക്കൊരു സംഭവമാണ്. അതിനകത്ത് ഓരോ കുടുംബത്തിൻ്റെ പേരായിരിക്കണം. 2008 ഇത് പണി കഴിപ്പിച്ചതെന്നാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. പക്ഷേ അതിന് മുമ്പുള്ള മരിച്ച ആൾക്കാരുടെ ബോഡീസും ഇതിനകത്തും ഉണ്ട്. അത്യാവശ്യം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു സംശയം എന്ന് പറയുന്നത്, ഇങ്ങനെ ചെയ്യുമ്പം ഈ ബോഡി ഇതിനകത്ത് വലിയ കുഴിയുണ്ടാവും. അതെങ്ങനെയാണ് സംഭവം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ജസ്റ്റ് ഒരു അറിയാനുള്ളൊരു കൗതുകം കൊണ്ട് ചോദിച്ചതാണ്. ശരിക്കും ഇതിനകത്ത് എന്തോ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇത് നേരെ ഇതിൻ്റെ തടിഭാഗത്ത് എന്തെങ്കിലും വലിയ ഒരു കുഴിയുണ്ടോ, അല്ലെങ്കിൽ ഇതെവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? അപ്പോൾ ഇതെങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചായി കഴിഞ്ഞാൽ ഇതെങ്ങനെ ഡീകമ്പോസ് ആകുമ്പം എന്ത് സംഭവിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ചോദിച്ചതാണ്. അത് ഇത് റിമൂവ് ചെയ്ത് മാറ്റുമോ? ഇടയ്ക്ക് എവിടെയോ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ സെമിത്തേരിയിൽ വെച്ചിട്ട് ആ ബോഡി റിമൂവ് ചെയ്ത് മണ്ണിൽ കൊണ്ട് വേറെ അടക്കം ചെയ്യുന്ന വേറൊരു പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. ശരിക്കും മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം ചെറിയൊരു ബിൽഡിംഗ് ആണ്, ഒരു സ്ക്വയർ ബിൽഡിംഗ് ആണ്. അതിനകത്തേക്കാണ് ഇവർ ഈ ഓരോ ഇങ്ങനെ സെമിത്തേരിയുടെ ഒരു മറ്റേ പേരൊക്കെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ജസ്റ്റ് അറിയാൻ വേണ്ടിയാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു സത്യാവസ്ഥ. കുടുംബമായിട്ടാണ്, ഭാര്യയും ഭർത്താവ്, അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ കല്ലറ കണക്ക് സംഭവമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. സോ 2008 ശേഷമുള്ള മിക്കതും ഇവിടെ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. പക്ഷേ ഇതെല്ലാം കൂടെ അകത്ത് സ്റ്റോർ ആവുന്നത്, എങ്ങനെ അത് ഒരുമിച്ച് ഡീകമ്പോസൊക്കെ ആവത്തില്ല? അത് എങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. എന്താണ് ഇതിൻ്റെ പിന്നെ നടക്കുന്ന കാര്യമൊന്നും അറിയത്തില്ല. അവിടെ അങ്ങ് ചോദിക്കാനോ അങ്ങനെ ആരുമൊന്നും ഇല്ല. പിന്നെ ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കപ്പിൾസും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ പള്ളിയിലെ ഡേ ആയതുകൊണ്ട് അവിടെ നിന്നും കുറച്ച് പേരുണ്ട്. അല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെയും ഈ സൈഡിൽ കണ്ടില്ല. പക്ഷേ വളരെ മനോഹരമായിട്ടൊരു ബീച്ച് സൈഡിൽ സീയെ ഫേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ചർച്ചാണ്. അടിപൊളിയാണ്. ഭയങ്കര ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആണ്. നമ്മൾ ഇടയ്ക്ക് വെച്ച് പത്തനംതിട്ട പോയ സമയത്ത് അവിടെ ഒരു പള്ളിയുണ്ട്. ശരിക്കും അവിടെ നിന്ന് പോകും. അമ്മാതിരി ഒരു ആർക്കിടെക്ചർ, ഒരു അടിപൊളി, അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് അവരെ ചെയ്തിരിക്കുന്നത്. സോ ഈ സെമിത്തേരിയുടെ കാര്യം ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. കാരണം അതിങ്ങനെ റിപ്പീറ്റായിട്ട്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ വെക്കുകയാണോ, അതോ ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അതിൽ തന്നെ ഏതെങ്കിലും വലിയ കുഴികളുണ്ടോ, എന്തൊന്നും മനസ്സിലാവുന്നില്ല ശരിക്കും. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫർദർ പ്രൊസീഡിങ്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. പക്ഷേ ആരെങ്കിലും ട്രിവാൻഡ്രത്ത് ആ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ഇങ്ങോട്ടൊക്കെ വരാൻ വളരെ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഒരുപാട് ഡെവലപ്മെൻറ്റൊക്കെ വന്നിരുന്നെങ്കിൽ വളരെ നല്ല സ്പോട്ടായിട്ട് തിരുവനന്തപുരത്ത് മാറേണ്ട ഒരു സ്ഥലമാണ്. അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുള്ളാണ്, നല്ല വൈബുള്ള സ്ഥലമാണ്. പിന്നെ എൻ്റെ ഫ്രണ്ടെന്ന് പറയുന്നത് ഈ കാണുന്നതൊക്കെയാണ്, ഈ ചർച്ചാണ് ശരിക്കും ഇതിൻ്റെ ഫ്രണ്ടെന്ന് പറയുന്നത്. പിന്നെ റോഡെന്ന് പറയുന്നത് നമുക്ക് കാണുന്നതിനൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഡെവലപ്മെൻറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സമയത്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ വേളി.